ഇപ്പോഴാ സമാധാനമായത്. ശങ്കർ ആശ്വാസത്തോടെ ബദ്രിയിൽ നിന്നകന്നു. ബദ്രി അവനെ നോക്കി ചിരിച്ചു. നെഞ്ചിൽ പതിയെ തട്ടി. ശങ്കർ തൻ്റെ നെഞ്ചിലിരുന്ന ബദ്രിയുടെ കയ്യിൽ മുറുകെ പിടിച്ചു. അന്ന് നിന്നെ അടിച്ച ആരെങ്കിലും കണ്ടിരുന്നോടാ? ബദ്രി അവനെ നോക്കി ഒന്ന് നിശ്വസിച്ചു. ഇല്ല, അലസമായി മറുപടി കൊടുത്തു. നീ എന്താടാ പുല്ലേ, കള്ളു കുടിച്ചായിരുന്നോ പോയിരുന്നത്? വെളിവ് പോയോടാ? അത് കേട്ടപ്പോൾ ബദ്രി അവനൊന്ന് കൂർപ്പിച്ചു നോക്കി. കള്ളിൻ്റെ കാര്യം നീ മിണ്ടിപ്പോവരുത്. എന്തോ ഓർത്ത പോലെ ബദ്രി അവനെ ചുറ്റിപ്പിടിച്ച് നിൽക്കുന്ന അച്ചുവിനെ നോക്കി അരുമയായി അവളുടെ ഇടംകവിളിൽ തലോടി. എന്താ കിണ്ണ? നിഷ്കളങ്കമായി അവൾ ചോദിച്ചു. അവൻ ഒന്നുമില്ലെന്ന് കണ്ണ് ചിമ്മിക്കാട്ടി. അവൻ അവളെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്നത് കണ്ട് ശങ്കർ കള്ളച്ചിരിയോടെ അവനടുത്തേക്ക് ചെന്നു. കള്ള, പണി പറ്റിച്ചല്ലേ? ചെവിയിൽ സ്വകാര്യമായി ചോദിച്ചതും ബദ്രി മുഖം ചരിച്ചവനെ കൂർപ്പിച്ചു നോക്കി. എല്ലാത്തിനും കാരണം നീയാടാ. ബദ്രി അവൻ്റെ ചെവിയിൽ അവൻ കേൾക്കാൻ മാത്രമായി പറഞ്ഞു. ഞാനാ? ശങ്കർ അന്തം വിട്ട് നിന്നു. ബദ്രി അവനെ നോക്കാതെ അച്ചുവിനെ നെഞ്ചോട് ചേർത്തു നെറുകയിൽ ചുംബിച്ചു. എന്തായാലും കണ്ണം വന്നല്ലോ. നീ ഇച്ചുവിനെ കൂടെ വിളിക്ക്, നമുക്ക് ഇന്നിവിടെ ആഘോഷിക്കണം. രാമച്ചൻ ശങ്കരനോടായി പറഞ്ഞു. ബദ്രിയുടെ മുഖം ചിരിമാഞ്ഞത് ആരും ശ്രദ്ധിച്ചില്ല. അത് ശരിയാ, വീട്ടിൽ അടങ്ങിയിരിക്കുന്ന അവൻ്റെ പരിപാടി ഞാൻ ഇന്ന് നിർത്തിക്കൊടുക്കുന്നുണ്ട്. പിടിച്ച് പിടിയാലേ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാം. ശങ്കർ മുണ്ട് മടക്കി കുത്തി ഷർട്ടിൻ്റെ കൈ തെരുത്തു വെച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു. എന്നാ നീ പോയി റെസ്റ്റ് എടുക്ക്. എന്തായാലും ഞാൻ ഡോക്ടറെ വിളിക്കാം. രാമച്ചൻ ഫോൺ എടുത്ത് പുറത്തേക്ക് പോയതും ബദ്രി അച്ചുവിനെയും കൊണ്ട് അടുത്തുള്ള റൂമിൽ കയറി. മറ്റെല്ലാം അവൻ മറന്നിരുന്നു. അച്ചുവിനെ പിടിച്ച് മുന്നിലേക്ക് നിർത്തി. എന്താ കിണ്ണാ നോക്കണേ? അവൻ്റെ താടിയിൽ പിടിച്ചുകൊണ്ട് അവൾ ചോദിച്ചു. ബദ്രി ചിരിച്ചുകൊണ്ട് അവളുടെ മുഖം അവൻ്റെ നെഞ്ചിലേക്ക് അമർത്തി വെച്ചു. അച്ചുട്ടാ, മെല്ലെ ആർദ്രമായി വിളിച്ചു. എന്തോ കിണ്ണ? ഒരു കൊഞ്ചലോടെ അവൾ വിളി കേട്ടു. ഐ ലവ് യു. അവൻ അവളുടെ കാതിൽ മെല്ലെ ചുംബിച്ചു. അച്ചു കൗതുകത്തോടെ മുഖമുയർത്തി നോക്കി. പ്രേമോ? പ്രേമം. കിണ്ണന് അച്ചുവിനോട് പ്രേമ. അവളുടെ കണ്ണുകളിലേ നോക്കി അവൻ പറഞ്ഞു. അച്ചുവിനും കിണ്ണനോട് പ്രേമ. സന്തോഷത്തോടെ അവൾ അവനെ ചുറ്റിപ്പിടിച്ചു. പ്രേമത്തിൻ്റെ നിറം എന്താ അച്ചുട്ടാ? അവൻ കുസൃതിയോടെ ചോദിച്ചു. അറിയൂല. അതും പറഞ്ഞവൾ അവൻ്റെ കഴുത്തിലൂടെ കൈയിട്ട് കാലുയർത്തി നിന്നു. ബദ്രി പുഞ്ചിരിയോടെ അവളുടെ വയറിലൂടെ വട്ടം പിടിച്ചു. തൻ്റെ വേദനയെപ്പോലും മറന്നുകൊണ്ട് അവൻ അവളെ വാരിയെടുത്തു. അയ്യോ, അച്ചുവിനെ താഴെ നിർത്തുകിണ്ണ, കിണ്ണന് വയ്യാലോ. അവൾ ചുണ്ടു ചുളുക്കി സങ്കടത്തോടെ പറഞ്ഞു. ബദ്രി അവളുടെ നെറുകയെ ചുംബിച്ചു. അവളെ കട്ടിലേക്ക് കിടത്തി. അച്ചുവിനിപ്പോൾ വയ്യായികയുണ്ടോ? അവൾക്ക് അടുത്തി ചെന്നിരുന്നവൻ വാത്സല്യത്തോട് ചോദിച്ചു. ഇല്ലാലോ, ഇപ്പോൾ അച്ചുവിന് ഒരു കുഴപ്പമില്ല. അവനൊന്ന് മൂളി. കണ്ണുകൾ അവളുടെ വയറിലായിരുന്നു. ഒന്ന് തൊടാൻ അവൻ വല്ലാതെ കൊതിച്ചു. അച്ചു കിടന്നുകൊണ്ട് അവളുടെ മുടിയിൽ പിടിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ബദ്രി അവളുടെ വയറിലേക്ക് മെല്ലെ തല ചായ്ച്ചു. അച്ചു തലയുയർത്തി അവനെ നോക്കി. എന്താ കിണ്ണ? കിണ്ണന് വയ്യേ? ചോദിക്കുമ്പോൾ ആ മിഴികൾ പിടിച്ചിരുന്നു. ബദ്രി മെല്ലെയൊന്ന് തലയനക്കി. എന്തുകൊണ്ടോ കണ്ണു നിറഞ്ഞു. അച്ചു വേഗം എഴുന്നേറ്റ് നിന്നു. വേം വന്ന് അച്ചുവിൻ്റെ മടിയിൽ കിടന്നു. അവൾ നിഷ്കളങ്കതയോടെ അവനെ സ്വാഗതം ചെയ്തു. ബദ്രി അവളുടെ വയറിലേക്ക് മുഖം പൂഴ്ത്തി. എൻ്റെ കുഞ്ഞ്. അവൻ്റെ ഹൃദയം തുടികൊട്ടി. ഡ്രസ്സിന് മുകളിലൂടെ മെല്ലെയൊന്ന് ചുംബിച്ചു. കിണ്ണൻ കണ്ണടച്ച് കിടന്നോ, വയ്യായിക വേഗം മാറൂട്ടോ. അവൻ്റെ മുതുകിൽ മെല്ലെ തട്ടിക്കൊണ്ട് അവൾ പറഞ്ഞു. അവനൊന്ന് മൂളിക്കൊണ്ട് അവളുടെ വയറിനെ ചുറ്റിപ്പിടിച്ചു. ഇച്ചുക്ക, ഇച്ചുക്ക. നൈഷു തട്ടി വിളിച്ചതും ഇച്ചു ഞെട്ടിക്കൊണ്ട് അവളെ നോക്കി. നിറഞ്ഞു തൂവിയ കണ്ണുകൾ അമർത്തി തുടച്ചവൻ എഴുന്നേറ്റു. ഉണ്ണീട്ടം വന്നിട്ടുണ്ട്. പുറകിലെ ഭിത്തിയിലേക്ക് ചാരി നിന്നവൾ ശബ്ദം താഴ്ത്തി പറഞ്ഞു. ഞാനിവിടെ ഇല്ലാന്ന് പറയായിരുന്നില്ലേ നിനക്ക്? നീ ഇവിടെ ഉണ്ടാവുമെന്ന് എനിക്കറിയടാ. ശങ്കർ കലിപ്പോടെ വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് കയറി. ഇച്ചു അവനിൽ നിന്ന് മുഖം തിരിച്ചു. ശങ്കർ ദേഷ്യത്തിൽ അവനെ പിടിച്ച് തിരിച്ചു നിർത്തി. അവനാകെ കോലം കെട്ടിരുന്നു. കണ്ണിന് ചുറ്റും കറുപ്പ് നിറം ബാധിച്ചിരുന്നു. കണ്ണ് നിറഞ്ഞിരിപ്പുണ്ട്, ക്ഷീണിച്ച മുഖവും. എന്താടാ ഇങ്ങനെ? നിനക്കെന്താ പറ്റിയത്? ശങ്കർ അവൻ്റെ തോളിൽ പിടിച്ച് ശബ്ദം ഉയർത്തി ചോദിച്ചു. ഇച്ചുവിന് അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ കഴിഞ്ഞില്ല. മുഷ്ടി ചുരുട്ടി പിടിച്ച് തല താഴ്ത്തി നിന്നു. നിന്നെ കൈയോടെ കൂട്ടിക്കൊണ്ടുപോകാനാണ് ഞാൻ വന്നത്. വന്നേ, കണ്ണം വന്നിട്ടുണ്ട്. ശങ്കർ അവൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ചു. എടാ, നിന്നോട് വരാനാ ഞാൻ പറഞ്ഞത്. ഞാൻ വന്നോളാം, നീ ചെല്ലേ. പറയുമ്പോഴും അവൻ മുഖം ഉയർത്തിയില്ല. ദേ ഇച്ചു, മര്യാദക്ക് വന്നോ. എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്. ഒരുത്തവണ അവിടെ ചാവാൻ കിടക്കുമ്പോൾ പോലും വന്ന് നോക്കാതെ ഇരിക്കാൻ മാത്രം എന്താ നിന്റെ പ്രശ്നം?
ഞാൻ പുറത്തുണ്ടാകും, വേഗം ഡ്രസ്സ് മാറി വാ. ഇനി വന്നിനാൽ പിന്നെ ഈ ശങ്കരനെ നീ അങ്ങ് മറന്നേക്ക്. ശങ്കർ അത്രയും പറഞ്ഞുകൊണ്ട് റൂമിന് പുറത്തേക്കിറങ്ങി. ഇച്ചു അപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുകയായിരുന്നു. ഇച്ചുക്ക, അവൻ്റെ തോളിൽ കൈവച്ച് നൈഷു വിളിച്ചു. സങ്കടം കൊണ്ട് അവൾക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. ഇച്ചു അവളെ കെട്ടിപ്പിടിച്ച് തോളിൽ മുഖമമർത്തി. അവൻ കരഞ്ഞുപോയി. ഞാൻ എങ്ങനാടി അവൻ്റെ മുന്നിൽ ചെന്ന് നിൽക്കുക? എന്നെക്കൊണ്ട് പറ്റില്ല, ചതിച്ചതാ ഞാൻ അവനെ. കൊച്ചുകുട്ടികളെപ്പോലെ അവൻ പറഞ്ഞുകൊണ്ടിരുന്നു. നൈഷുവിന് എന്തു പറയണമെന്നറിയില്ലായിരുന്നു. ഇച്ചുക്ക, അവൾ വേദനയോടെ വിളിച്ചു. പൊറുക്കില്ല അവൻ എന്നോട്, അത്രയ്ക്കും വലിയ ചതിയാ ഞാൻ ചെയ്തത്, അവൻ പിന്നെയും പറഞ്ഞുകൊണ്ടിരുന്നു. നൈഷു ഒന്നും മിണ്ടിയില്ല. പുറത്ത് ശങ്കർ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ശബ്ദം കേട്ടു. അവൻ്റെ നെഞ്ചിടിപ്പ് ഉയർന്നു. ചെല്ലിച്ചുക്ക, എന്തായാലും നമ്മൾ അനുഭവിക്കേണ്ടത് തന്നെയാണ്. അവൾ അവൻ്റെ താടിരോമങ്ങളിലൂടെ വിരലോടിച്ചു. ഷാൾ കൊണ്ട് അവൻ്റെ മുഖം തുടച്ചു കൊടുത്തു. ഷെൽഫിൽ നിന്ന് ഷർട്ട് എടുത്ത് നീട്ടി. ഒന്നും മിണ്ടാതെ ഡ്രസ്സ് മാറി പുറത്തേക്കിറങ്ങി. ശങ്കർ ചുമ്മാ ബൈക്ക് റേസ് ചെയ്യുന്നുണ്ടായിരുന്നു. അവൻ പുറകിൽ ചെന്ന് കയറി ബൈക്ക് മുന്നോട്ട് പാഞ്ഞു. നൈഷു അവർ പോകുന്നത് നോക്കി തൻ്റെ ചെറുതായി വീർത്ത വയറിൽ തലോടി. ഇപ്പോൾ വേദനയുണ്ടാക്കിണ്ണ? അച്ചു കൈ ഉയർത്തി അവൻ്റെ വയറിൻ്റെ ഭാഗത്ത് തൊട്ടു നോക്കി. ഇല്ലച്ചു, നീ ഇത് കഴിക്ക്. അവൻ ചിരിയോടെ ഒരു കഷ്ണം ദോശ അവളുടെ വായിൽ വെച്ചു കൊടുത്തു. കിണ്ണൻ അറിയോ? അവൾ ഒരു കള്ളച്ചിരിയോടെ അടുത്തിരുന്ന് ചായ കുടിക്കുന്ന അപ്പുവിനെ നോക്കി. എന്താ? ബദ്രി അവളോട് ചോദിച്ചു. ഇന്നലെയില്ലേ അച്ചൂനില്ലേ? ബാക്കി പറയാതെ അവൾ ബാ പൊത്തി പിടിച്ചു. കാര്യം പറച്ചു. ഇന്നലെയില്ലേ അപ്പൂട്ടനാ അച്ചൂന് ചോറ് വാരി തന്നേ? അല്ലേ അപ്പൂട്ട? എന്നിട്ട് പറയാ നമ്മുടെ വീട്ടിൽ പാറുക്കുട്ടി വരാൻ പോകാന്ന്. അതുകൊണ്ട് തോന്ന ചോറ് തിന്നണത്രേ അച്ചു. അച്ചു കാര്യമായി പറയണത് കേട്ട് ബദ്രി മുഖം ചിരിച്ച് അപ്പുവിനെ നോക്കി. പാറുക്കുട്ടിയോ? അവൻ സംശയത്തോടെ ചോദിച്ചു. അപ്പു ഒരു ചമ്മിയെ ചിരിച്ചിരിച്ചു. രാമച്ചൻ ഇന്നലെ പറഞ്ഞത് ഞാൻ കേട്ടു. കണ്ണേട്ടൻ്റെയും അച്ചുമ്മയുടെയും വാവ വരുമല്ലോ. അവൻ തല താഴ്ത്തിയിരുന്നുകൊണ്ട് പറഞ്ഞു. ബദ്രി ചിരിച്ചുകൊണ്ട് അവൻ്റെ തലയിൽ കൊട്ടി. ബദ്രി വീണ്ടും ദോശയെടുത്ത് അച്ചുവിൻ്റെ വായിലേക്ക് നീട്ടി. വേണ്ട കിണ്ണ, മതി. അച്ചു മടിയോടെ മുഖം തിരിച്ചു. ദേ അച്ചുട്ട, അപ്പു പറഞ്ഞത് ഓർമ്മയില്ലേ? ഇനി നന്നായി ഭക്ഷണം കഴിക്കണം. എന്തിനാ? അവൾ സംശയത്തോട് ചോദിച്ചു. പാറുകുട്ടിക്ക് വേണ്ടി, അവൻ ചിരിയോടെ പറഞ്ഞു. പാറുകുട്ടിയോ? പാറുക്കുട്ടി. ദേ ഇവിടെയുണ്ട് നമ്മുടെ പാറുക്കുട്ടി. അവൻ ഇടത് കൈകൊണ്ട് അവളുടെ വയറിൽ ചേർത്ത് വെച്ചു. അച്ചു അമ്പരപ്പോടെ അവനെ നോക്കി. എൻ്റെ വയറിനുള്ളിലോ? ഈ കുഞ്ഞു വയറിനുള്ളിൽ ഒരു പാറുക്കുട്ടിയോ ഉണ്ണിക്കുട്ടനോ ഉണ്ട്. കുറേ ദിവസം കഴിഞ്ഞാൽ ഇങ്ങ് വരും അച്ചുവിൻ്റെ അടുത്തേക്ക്. അവൻ പറയുന്നത് കേട്ട് അവൾ കൗതുകത്തോടെ ഇരുന്നു. സത്യാണോ? വാവയുണ്ടോ? ആ ഉണ്ടക്കണ്ണുകൾ വിടരുന്നത് അവൻ കണ്ടു. ഉള്ളിൽ ആശ്വാസം നിറഞ്ഞതുപോലെ. വാവ ഉള്ളതുകൊണ്ട് നന്നായി ഭക്ഷണം കഴിക്കണം. മടി കൂടാതെ മരുന്നും കഴിക്കണം. പഴയതുപോലെ ഓടി നടക്കരുത്. അതെന്താ? പിന്നെ അച്ചുവിന് കളിക്കണ്ടേ? അവൾ ചുണ്ടുകൂർപ്പിച്ചു. അച്ചു ഓടിക്കളിച്ച വാവയ്ക്ക് വേദനിക്കില്ലേ? പിന്നെ വാവ പിണുങ്ങി തിരികെ പോകും. നമ്മുടെ അടുത്തേക്ക് വരില്ല. അയ്യോ, ആണോ? വാവ വേഗം വരുവോ കിണ്ണ? കരുതലോടെ അവളുടെ കൈകൾ വയറിനെ ചുറ്റിപ്പിടിച്ചു. ബദ്രി അവളെ പ്രണയത്തോടെ നോക്കി. നല്ല കുട്ടിയായി ഞാൻ പറഞ്ഞതനുസരിച്ചിരുന്ന വാവ വേഗം വരും. മെല്ലെ അവൻ അവളുടെ നെറുകയിൽ ചുംബിച്ചു. കണ്ണാ, ഉമ്മറത്തെ വാതിലിൽ കൊട്ടി ശങ്കർ വിളിച്ചു. ബദ്രി മുഖം ചിരിച്ച് അങ്ങോട്ട് നോക്കി. നീയോ? വാ. രാമച്ചൻ എവിടെ? ഞാൻ കുപ്പി കൊണ്ടുവന്നിട്ടുണ്ട്. ഇച്ചു വാടാ. ശങ്കർ അതും പറഞ്ഞ് ഉമ്മറത്ത് മാറി നിൽക്കുന്ന ഇച്ചുവിനെ മുന്നിലേക്ക് വലിച്ചു നിർത്തി. അവനെ കണ്ടതും പെട്ടെന്ന് ബദ്രിയുടെ മുഖം ഇരുണ്ടു. ഇന്ന് നമുക്ക് അടിച്ചു പൊളിക്കണം. ശങ്കർ സന്തോഷത്തോടെ ഇച്ചുവിനെ ചുറ്റിപ്പിടിച്ചു. ബദ്രി ഒന്ന് പുച്ഛത്തോടെ ചിരിച്ചു. ഇച്ചുവിന് മുഖമുയർത്തി അവരെ നോക്കാനേ കഴിഞ്ഞില്ല. ബദ്രിയും അവനോടൊന്നും മിണ്ടാൻ പോയില്ല. അല്ലേലും ഇനി എന്തു പറയാൻ? ബദ്രി ഒന്നും ശ്രദ്ധിക്കാതെ അച്ചുവിന് വാരി കൊടുത്തു. ഉണ്ണി, നീയും ഇച്ചും കൂടെ പോയിട്ട് ചിക്കൻ വാങ്ങി വാ. നമുക്കിന്ന് അത് ഫ്രൈ ചെയ്യാം. ഉച്ചയ്ക്ക് അടിപൊളി ബിരിയാണിയും. അത് കഴിഞ്ഞ് ടച്ചിങ്സിനും ഉണ്ടാവുമല്ലോ. റൂമിൽ ചെന്ന് പേഴ്സ് എടുത്തുകൊണ്ട് വന്ന് രാമച്ചൻ പറഞ്ഞു. എന്നെ കൂടെ കൊണ്ടുപോവോ ശങ്കര? അപ്പു എഴുന്നേറ്റുകൊണ്ട് ചോദിച്ചു. ശങ്കർ അപ്പുവിനെ ഒന്ന് അടിമുടി നോക്കി. കണ്ണേട്ടാ, മനുഷ്യ ഒന്ന് പറ, എന്നെ കൂടെ കൊണ്ടുപോകാൻ. പുറത്തിറങ്ങിയിട്ട് 4-5 ദിവസമായി. അടുത്തിരുന്ന ബദ്രിയിൽ തോളി തട്ടിക്കൊണ്ട് അവൻ പറഞ്ഞു. എന്നോട് ചോദിക്കേണ്ട, അവൻ കൊണ്ടുപോകുമെങ്കിൽ പൊക്കോ. ബദ്രി ഗൗരവത്തോടെ പറഞ്ഞുകൊണ്ട് അച്ചുവിന് നേരെ തിരിഞ്ഞു. അച്ചു അപ്പുവിനെ നോക്കി വാ പൊത്തിപ്പിടിച്ച് ചിരിച്ചു. കളിക്കാൻ നിൽക്കാതെ ഇത് കഴിക്കച്ചു. അവളുടെ കൈ പിടിച്ചു വെച്ച് ബദ്രി ശബ്ദമുയർത്തി. പെട്ടെന്ന് അച്ചുവിൻ്റെ മുഖം ഇരുണ്ടു. വെറുതെയാ, ഇഷ്ടാന്നൊക്കെ വെറുതെ.
സങ്കടത്തോടെ പറഞ്ഞു പൂർത്തിയാക്കും മുന്നേ ദോശയെടുത്തവൻ അവളുടെ വായിൽ വെച്ചു കൊടുത്തു. വാശിയോടെ പുറത്തേക്ക് തുപ്പാനാഞ്ഞതും അച്ചു, ബദ്രി സ്വരം കടുപ്പിച്ച് വിളിച്ചു. മടിയോടെ അവൾ വായിലുള്ളത് ചവച്ചിറക്കി. മതി, ഇനി ചെന്ന് വാ കഴുകിയിട്ട് കഴിക്കാനുള്ള മരുന്നെടുത്തിട്ട് വാ. ബദ്രി പതിയെ എഴുന്നേറ്റു. ഇച്ചുവിൻ്റെ കണ്ണുകൾ അവൻ വയറിൻ്റെ ഭാഗത്ത് വെച്ച കയ്യിൽ പതിഞ്ഞു. കുറ്റബോധത്തോടെ അവർ മുഖം താഴ്ത്തി. എന്താടാ, ഇപ്പോഴും വേദനയുണ്ടോ? ശങ്കർ മുന്നോട്ട് വന്ന് ചോദിച്ചു. ഏയ്, കുറച്ചു മുന്നേ ഡോക്ടർ വന്നിരുന്നു. മുറിവൊന്ന് ഡ്രസ്സ് ചെയ്ത് കെട്ടി. അതിൻ്റെ ഒരു അസ്വസ്ഥത. ബദ്രി പതിയെ മുന്നോട്ട് നടന്നു. ഇച്ചുവിൻ്റെ മുന്നിലെത്തിയപ്പോൾ അവനൊന്ന് മുഖമുയർത്തി നോക്കി. ഇച്ചു മുഖമുയർത്തിയതേയില്ല. ബദ്രി കൈ കഴുകുന്നിടത്തേക്ക് നടന്നു. കിണ്ണാ, ദാ. അച്ചു ഓടി വന്ന് മരുന്നിട്ടിരുന്ന ബോക്സ് അവന് നീട്ടി. ഞാൻ ഇപ്പോൾ വരാം, നീ അവിടെ ചെന്നിരിക്കെ. അതും പറഞ്ഞവൾ ഓടാൻ നിന്നപ്പോൾ ബദ്രി പുറകിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. ഓടല്ലേ അച്ചു, മുന്നേ പറഞ്ഞത് ഓർമ്മയില്ലേ? അത് കേട്ടതും മുന്നോട്ട് വെച്ച കാൽ അവൾ നിലത്തുറപ്പിച്ചു. പതിയെ നടന്നോളാം കിണ്ണ. അവളൊന്ന് ചിണുങ്ങി ചിരിച്ചു. ബദ്രി ഒന്ന് കണ്ണു ചിമ്മിക്കാട്ടി മുന്നോട്ട് നടന്നു. എടാ, നീ റെസ്റ്റ് എടുക്ക്, ഞങ്ങൾ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വരാം. കൈ കഴുകി തിരിച്ചു വന്നപ്പോൾ ശങ്കർ പറഞ്ഞു. ഇച്ചു ഉമ്മറത്തേക്ക് പോയിരുന്നു. ബദ്രി ഒന്ന് തലയാട്ടിക്കൊണ്ട് അച്ചുവിനുള്ള മരുന്നെടുത്ത് കൊടുക്കാൻ തുടങ്ങി. നമ്മളെപ്പോഴാ കിണ്ണ വീട്ടിലേക്ക് പോവാ? ഗ്ലാസ്സിലെ വെള്ളം കുടിക്കവേ അവൾ ചോദിച്ചു. നാളെ പോവാം. അവൻ ചിരിയോടെ അവളുടെ നെറ്റിയിൽ നെറ്റിമുട്ടിച്ചു. മറ്റന്നാ പോവാം കിണ്ണ, അച്ചുവിന് ഇവിടെ വേണ്ട, വീട്ടിൽ പോവാം. അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാരിയിരുന്നു. മറ്റന്നാൾ എന്ന് ഉദ്ദേശിച്ചത് നാളെയാണ്. ഓർത്തപ്പോൾ ബദ്രിക്ക് ചിരി വന്നു. മറ്റന്നാളെങ്കിൽ മറ്റന്നാൾ. അവളുടെ നെറുകയിൽ അവൻ ചുംബിച്ചു.